Hello, this is Python Malayalam. Python Malayalamത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ടൂൾ ബാർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ടൂൾ ബാറിൽ ബട്ടണുകൾ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇതാണ് ടൂൾ ബാർ. ഈ കാണുന്നതാണ് ടൂൾ ബാർ. സോ എൻ്റെ മുമ്പിലുള്ളത്, ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത് പൈതോണിൻ്റെ ഒരു ബേസിക് വിൻഡോ ആണ്, നമ്മുടെ ബേസിക് ഫ്രെയിം. ഇതിൽ നമുക്ക് എങ്ങനെ ഒരു ടൂൾ ബാർ ആഡ് ചെയ്യാം നോക്കാം. ഒരു സിമ്പിൾ ടൂൾ ബാർ ഈക്വൽ ടു toolbar self. ഇനി നമ്മൾ ടൂൾ ബാറിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഓറിയൻറ്റേഷൻ ആണ്, നേരെ നേരെ ഇങ്ങനെയാണ്. അതേസമയം വെർട്ടിക്കലായിട്ട് നമുക്ക് അതിനെ വെക്കാവുന്നതാണ്. ഡീഫോൾട്ടായിട്ട് അത് ഓറിയൻറ്റേഷൻ ഹൊറിസോണ്ടൽ ആയിരിക്കും. നമുക്കിനി വെർട്ടിക്കൽ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മൊഡ്യൂൾ കൂടെ അതിന് കൂടെ ഇമ്പോർട്ട് ചെയ്യണം. ക്യൂട്ടി കോർ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. ടൂൾബാർ ഡോട്ട് സെറ്റ് ഓറിയൻറ്റേഷൻ ക്യൂട്ടി കോർ ഡോട്ട് ക്യൂട്ടി ഡോട്ട് ഹൊറിസോണ്ടൽ. സോറി, ഇപ്പോൾ അത് ഹൊറിസോണ്ടൽ ആയിട്ടാണ്. ഇനി നമുക്ക് വെർട്ടിക്കൽ വേണമെങ്കിൽ വെർട്ടിക്കൽ എന്ന് കൊടുക്കാവുന്നതാണ്. സോ നമുക്ക് ഹൊറിസോണ്ടൽ തന്നെ കിടക്കട്ടെ. ഇനി നമ്മൾ അതിലെങ്ങനെ ഒരു ആക്ഷൻ ആഡ് ചെയ്യും? നമുക്ക് ടൂൾ ബട്ടൺ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ക്യൂട്ടി കോർ അല്ല, ക്യൂട്ടി ഗുയി ഡോട്ട് ക്യൂ ടൂൾ ബട്ടൺ സെൽ. അപ്പോൾ ബട്ടണിന് നമ്മൾ ഒരു ആക്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. അഥവാ നമ്മൾ മെനൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു, ഇപ്പോൾ ഓരോ ആക്ഷൻസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു, കോപ്പി ആക്ഷൻ, കട്ട് ആക്ഷൻ, ന്യൂ ഫയൽ ആക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ആക്ഷൻ നമ്മൾ ബട്ടണിന് സെറ്റ് ചെയ്യലാണ്. ഓക്കെ, ബട്ടൺ ഡോട്ട് ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൂൾ ബാറിൽ ഉപയോഗിക്കുന്നില്ല, ഞാൻ നോക്കിയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. മെത്തേഡ് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് സേവ് ഫയൽ എന്ന് പറയുന്ന ഒരു ബട്ടൺ, സേവ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ആക്ഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ക്യൂട്ടി ഗുയി ഡോട്ട് ക്യൂ ആക്ഷൻ സേവ് സെൽഫ്. ഇനി സേവ് ആക്ഷൻ ഡോട്ട് ട്രിഗേർഡ് ഡോട്ട് കണക്ട്, നമുക്കൊരു ഫംഗ്ഷൻ സേവ് ഫയൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. സേവ് ഫയൽ സെൽഫ്, നമ്മുടെ ഫംഗ്ഷനുള്ളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സേവ്ഡ് എന്ന് മാത്രം അതിങ്ങനെ പ്രിന്റ് ചെയ്യും. സോ ഈ ഫംഗ്ഷനാണ് ഇവിടെ കോൾ ചെയ്യുന്നത്. ഇനി ഈ ബട്ടണ് നമ്മൾ ഈ സേവ് ആക്ഷൻ അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു വളഞ്ഞ വഴിയാണ് യഥാർത്ഥത്തിൽ. സെറ്റ് ഡിഫോൾട്ട് ആക്ഷൻ എന്നിട്ട് സേവ് ആക്ഷൻ കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ ബട്ടണിനെ നമ്മുടെ ടൂൾ ബാറിൽ എങ്ങനെ ആഡ് ചെയ്യും? ടൂൾ ബാർ ഡോട്ട് ആഡ് വിഡ്ജറ്റ് ബട്ടൺ. ഓക്കെ, ഇനി നമ്മൾ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ സേവ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഇവിടെ ഒരു ബട്ടൺ ആയിട്ടുണ്ട്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ഫംഗ്ഷൻ റൺ ചെയ്യുന്നുണ്ട്. അതേസമയം നമുക്കവിടെ ഒക്കെ പിക്ചറുകളാണ്, ഐക്കണുകളാണ്. നമുക്ക് ഐക്കൺ ഏത് രൂപത്തിൽ വരുത്താം? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളൊരു ഐക്കൺ ആഡ് ചെയ്താൽ മതി. ക്യൂട്ടി ഗുയി ഡോട്ട് ക്യൂ ഐക്കൺ, ഐക്കണിൻ്റെ ഫയല് ഐക്കൺസ് ബാർ സേവ് ഫയൽ ഡോട്ട് പി എൻ ജി. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഒരു ബട്ടൺ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു മെത്തേഡാണ്, ഒരു ടൂൾ ബട്ടൺ ആഡ് ചെയ്യാനുള്ള. വേറെ രൂപത്തിലും നമുക്കത് ആഡ് ചെയ്യാം. ഉദാഹരണത്തിന് പ്രിന്റ് ആക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു ആക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഈ രൂപത്തിലൊന്നും വളഞ്ഞ വഴി പോകാതെ തന്നെ നമുക്ക് പ്രിന്റ് സെൽഫ്, നമുക്ക് പ്രിന്റിന് ഒരു ഐക്കണും കൂടെ ആഡ് ചെയ്യാം. ജസ്റ്റ് കോപ്പി പേസ്റ്റ്, ഇവിടെ പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇത് നമ്മളൊരു ആക്ഷൻ ഉണ്ടാക്കി. ഈ ആക്ഷൻ ഡോട്ട് ട്രിഗേർഡ് ഡോട്ട് കണക്ട് സെൽഫ് ഡോട്ട് സേവ് ഫയൽ എന്ന് പറയുന്ന അതേ ഫംഗ്ഷൻ തന്നെ നമ്മൾ കോൾ ചെയ്യുന്നതിൻ്റെ പാരൻതസിസ് ഒഴിവാക്കുക. സെൽഫ് ഡോട്ട് സേവ് ഫയൽ. ഇനി ഈ പ്രിന്റ് ആക്ഷൻ ഇപ്പോൾ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. പ്രിന്റ് ആക്ഷൻ എങ്ങനെ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാം? ഇറ്റ്സ് വെരി സിമ്പിൾ. ടൂൾ ബാർ ഡോട്ട്, നമ്മൾ നേരത്തെ ആഡ് വിഡ്ജിറ്റ് ആണ് ആഡ് കൊടുത്തത്, ഇവിടെ ആഡ് ആക്ഷൻ കൊടുക്കുന്നു. എന്നിട്ട് പ്രിന്റ് ആക്ഷൻ അവിടെ സെറ്റ് ചെയ്യും. ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പ്രിന്റ് രണ്ട് ബട്ടൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് രണ്ടും ഫംഗ്ഷൻ ഇവിടെ റൺ ചെയ്യുന്നുണ്ട്.
സോ ഈ രൂപത്തിലും നമുക്ക് ടൂൾ ബാറിൽ ആഡ് ചെയ്യാവുന്നതാണ്. മറ്റൊന്ന്, നമ്മളിപ്പോൾ ഒരു ബട്ടൺ ആക്ഷൻ നമ്മൾ ആഡ് ചെയ്തു, അതുപോലെ തന്നെ ഒരു ബട്ടണും ആഡ് ചെയ്തു. ഇനി നമുക്ക് ഒരു ചെക്ക് ബോക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും കൂടി നോക്കാം. ഈ വീഡിയോയിൽ ഒരു ചെക്ക് ബോക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് കൂടെ നമുക്ക് കാണാം. സോ ചെക്ക് ബോക്സ് qtgui.q ചെക്ക് ബോക്സ് സെൽഫ്. നമ്മളിവിടെ അതിനൊരു പേര് കൊടുക്കാം, മൈ ചെക്ക് ബോക്സ് സെൽഫ്. ഇനി ഇത് നമ്മുടെ ടൂൾ ബാറിലേക്കല്ല ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ, ഇത് പുറമെ തന്നെയുള്ള ഒരു സംഗതിയാണ്. ചെക്ക് ബോക്സ് ഡോട്ട് നമുക്കതിനെ നീക്കി വെക്കാം, കാരണം മറ്റതിൻ്റെ മുകളിൽ അത് വന്ന് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ സെൽഫ് ഡോട്ട് ചെക്ക് ബോക്സ്, നമുക്ക് അതിന് മുമ്പ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ചെക്ക് ബോക്സ്. ക്ലിക്ക് ചെയ്യാം, ടേൺ ഓൺ ചെയ്യാം, ടേൺ ഓഫ് ചെയ്യാം. ഓക്കെ, ഓഫ് ഓൺ ഫംഗ്ഷനുള്ള ഒരു ഐറ്റമാണ് ചെക്ക് ബോക്സ്. ഇനി ചെക്ക് ബോക്സിൽ നമുക്കിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ആണ്, ഇത് ഓഫ് ചെയ്യുമ്പോൾ ഓഫ് ആണ് എന്ന് അറിയിക്കുന്ന ഒരു ഫംഗ്ഷൻ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ചെക്ക് ബോക്സ് ഡോട്ട് സ്റ്റേറ്റ് ചേഞ്ച്ഡ് എന്നാണ് അതിനെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ. സ്റ്റേറ്റ് ചേഞ്ച്ഡ് ഡോട്ട് കണക്ട് ഒരു ഫംഗ്ഷൻ നമുക്ക് ആവശ്യമാണ്. ചെക്ക് ഫംഗ്ഷൻ എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഫംഗ്ഷനിൽ നമുക്ക് അറിയേണ്ടത് ഈ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൂ എന്നും ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫോൾസ് എന്ന് വേണം. അപ്പോൾ ഈ ചെക്ക് ബോക്സിനെ നമുക്ക് ഇങ്ങോട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനൊക്കെ സെൽഫ് ഡോട്ട് എന്ന് വിളിച്ച് ഒബ്ജക്റ്റ് വേരിയബിൾ ആക്കണം. അപ്പോൾ നമുക്ക് റൈറ്റ് സെലക്ട് ചെയ്ത് റീഫാക്ചർ റീനെയിം കൊടുക്കുക, എന്നിട്ട് സെൽഫ് ഡോട്ട് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക, സ്പേസ് അടിക്കുക, അപ്പോൾ സെൽഫ് ഡോട്ട് ആയിട്ടുണ്ടാവും. നമ്മൾ സെൽഫ് ഡോട്ട് ചെക്ക് ബോക്സ് ഡോട്ട് ഈസ് ചെക്കഡ് അതാണ് അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ. അതാണ് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടത്. അപ്പോൾ പ്രിന്റിനുള്ളിൽ നമ്മൾ സെൽഫ് ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള മെത്തേഡ് റൺ ചെയ്യും. ഇനി നമ്മൾ റൺ ചെയ്യുന്നു. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ടിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ ട്രൂ എന്ന് വന്നു, ഓഫ് ചെയ്യുന്നതോടുകൂടി ഫാൾസ്, ട്രൂ ഫാൾസ്, ട്രൂ ഫാൾസ്. സോ ഈ രൂപത്തിലാണ് നമ്മളൊരു ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ സ്റ്റേറ്റ് മനസ്സിലാക്കുന്നത്, ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കും. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. കൂടുതൽ പൈത്തൺ ട്യൂട്ടോറിയലുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.